അയലപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ചേരുവകൾ: അയല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചതാണ്. അരിപ്പൊടി, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില, 2 വലിയ സവാള, 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് വാഴയില, കുറച്ച് തേങ്ങ ചിരകിയെടുത്തത്, കുറച്ച് പെരിഞ്ചീരകം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അയലയൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും തിളച്ച വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. പരുവാകുന്നവരെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. വേഗം വഴന്ന് കിട്ടാനായി നമുക്കല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ടത് കാരണം കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. സവാള വഴന്നു വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച അയലയുടെ മുള്ളൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച തേങ്ങയും പെരിഞ്ചീരകവും ഒന്ന് ചതച്ച് കൊണ്ടുവരാം. വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അയലപ്പത്തിരിയുടെ മസാല റെഡിയായി. വെള്ളം ചൂടാവാൻ വയ്ക്കാം. വെള്ളം ചൂടായി വരുമ്പോഴേക്ക് പത്തിരിക്ക് വേണ്ട മാവ് പരത്തിയെടുക്കാം. പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഈ പത്തിരിയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത് പരത്തി വെച്ച പത്തിരി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡൊക്കെ. പാത്രത്തിലേക്ക് പത്തിരി വേവിക്കാനായി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരിലയും കൂടി വെച്ചടയ്ക്കാം. അടപ്പിട്ട് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.